ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാന്ദ്ര തോമസ് ഫിഫ്ക അംഗം ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പം പർദ്ദയൊക്കെ ഇട്ടുപോയി, പ്രതിഷേധം നടന്നില്ല. ഇന്നലെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി, പ്രതിഷേധം നടന്നില്ല, കൃത്യമായ ഉത്തരം കിട്ടിയില്ല, അവിടെ സാന്ദ്ര മത്സരിക്കണ്ട എന്ന് തന്നെയാണ് സംഘടന പറയുന്നത്. അതിനുശേഷം കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഈ വിഷയം പിൻവലിക്കാൻ വേണ്ടി മമ്മൂക്ക വിളിച്ചിരുന്നത്, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് മമ്മൂക്ക വിളിച്ചിരുന്നു. മമ്മൂക്കയ്ക്ക് വീട് പണി ചെയ്യുന്ന ചിലരാണ് ഈ സംഘടനയിലുള്ളതെന്ന്. എൻ്റെ സാന്ദ്രേ, വർഷങ്ങളായി ഈ സിനിമാ മേഖലയിൽ നിന്ന് ഒരു വിവാദവും ഉണ്ടാക്കാതെ നിൽക്കുന്നവരിൽ പ്രധാനമായ രണ്ടുപേരാണ് ലാലേട്ടനും മമ്മൂക്ക എന്നും പറയുന്നത്. അപ്പം അതിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായ മമ്മൂക്കയാണ് ഇപ്പം സാന്ദ്ര കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സാന്ദ്രയ്ക്ക് സംഘടനയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, സാന്ദ്ര ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ടായിരിക്കും, സാന്ദ്ര ഒരുപാട് വിജയ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മലയാളത്തിലെ ഇത്രയും അധികം സിനിമകൾ ചെയ്ത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന വലിയൊരു സംഘടനയിലും കൂടി അംഗമായ മമ്മൂക്കയെ പരസ്യമായി നിങ്ങൾ കുറ്റപ്പെടുത്തി. ഈ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം ലഭിക്കുന്നത്? അതായത് നിങ്ങൾ പറഞ്ഞു ലാലേട്ടൻ എന്നെ തുണയ്ക്കുന്നുണ്ട്, മമ്മൂക്ക എന്നെ തുണയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ആര് തുണച്ചാലും നിങ്ങളുടെ അംഗങ്ങൾക്കിടയിലുള്ള ഈഗോയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലാതെ നിങ്ങൾക്കിടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് മമ്മൂക്കയോ മോഹൻലാലോ അല്ല. അപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിലോട്ട് നിങ്ങൾ വന്നു, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾ കാശുണ്ടാക്കുന്നു, ശരിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ചില പരസ്യ പ്രസ്താവനകളുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫന് വട്ടിപ്പലിശയ്ക്ക് കൊടുപ്പാണ് പണി, വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നത് വഴിയാണ് ലിസ്റ്റിൻ പണം ഉണ്ടാക്കുന്നത്, മറ്റ് വേറെ പലരെയും പറ്റിച്ച് ലിസ്റ്റിൻ സിനിമ ഉണ്ടാക്കുന്നു. ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പരസ്യ പ്രസ്താവനകൾ ശരിയാണോ? സംഘടനയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? അല്ലല്ലോ. ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കുക, അത് പരിഹാരമുണ്ടാക്കാം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കണം മമ്മൂക്ക നിങ്ങളെ വിളിച്ച് കേസിൽ നിന്ന് പിന്മാറും, നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തുന്ന പരസ്യ പ്രസ്താവന എന്താണ്? നിങ്ങൾ കാണിച്ച പ്രതിഷേധങ്ങൾ എന്താണ്? നിങ്ങൾ പർദ്ദയിട്ട് വന്നു, നീതി കിട്ടിയില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അവിടെ ഇരിക്കുന്നവരുടെ കണ്ണുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. അതേ അടുത്ത് നിങ്ങൾ എന്തിന് പർദ്ദ ഊരി വീണ്ടും വന്നു? അപ്പോൾ അവരെയൊക്കെ കണ്ണുകൾ ശരിയായോ? ശരിയാകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് പർദ്ദ ഉപേക്ഷിച്ച് തിരിച്ചു വന്നത്? അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ അന്ന് പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധം അർത്ഥം നിങ്ങൾക്ക് പർദ്ദ ധരിക്കാൻ അറിയാമായിരുന്നു, മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് എവരുടെ കണ്ണുകൾ ശരിയല്ല എന്ന് പറയാൻ അറിയായിരുന്നു. അപ്പോൾ തിരിച്ച് പത്രിക നിങ്ങൾ പിൻവലിച്ചില്ല, പത്രിക തള്ളിയ സമയത്ത് അവിടെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പർദ്ദ ധരിച്ചില്ല, നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ റിപ്ലൈ കൊടുത്തില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കുന്നവർ മൊത്തം ഗുണ്ടകളാണ് നിങ്ങൾ പറഞ്ഞു. ഇപ്പം മമ്മൂക്കയും നിങ്ങൾക്ക് എതിരായിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. നിങ്ങൾ കമ്മിറ്റ് ചെയ്ത സിനിമയിൽ നിന്ന് പിന്മാറിയെന്ന്. പിന്നെ മമ്മൂക്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളവർക്ക്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉള്ളവർ മമ്മൂക്കയ്ക്ക് വിടുപണി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക വന്ന് നിങ്ങളുടെ ചിത്രത്തിൽ അഭിനയിക്കുമോ? ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ? പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അല്ലാതെ വ്യക്തിപരമായ ശത്രുതകൾ, വ്യക്തിപരമായ ഈഗോകൾ തീർക്കാനുള്ള സ്ഥലമായി സംഘടനയെ കണ്ടാൽ അത് സിനിമയ്ക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. നിങ്ങൾ സാന്ദ്ര തോമസ് സിനിമ ചെയ്തില്ല എന്നെങ്കിൽ അതിൻ്റെ നഷ്ടം സാന്ദ്ര തോമസിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും നഷ്ടമില്ല. അപ്പം നിങ്ങൾക്ക് സിനിമ ചെയ്യണമെങ്കിൽ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ തയ്യാറാകണം. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ പർദ്ദ ധരിച്ചുകൊണ്ട് വന്നാലും ശരി, നിങ്ങൾ നാളെ ഇതിനെക്കാട്ടിയും കൂടുതൽ 2-3 സെക്യൂരിറ്റിയും കൊണ്ട് അവിടെ വന്നാലും ശരി, 25, 30, 35, 40 വർഷമായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ ഇതെല്ലാം കണ്ടത് തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് തന്നെയാണ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുപോലെ പല പ്രതിബന്ധങ്ങളെയും കഴിഞ്ഞ് തന്നെയാണ് ഈ ഇവിടെ ഇരിക്കുന്ന സീനിയറായ എല്ലാവരും സിനിമ ചെയ്തത്. ഒരു ആളെ പരസ്യമാറ്റി വിമർശിക്കുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ടത് ബഹുമാനം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. മലയാളികൾക്ക് മോഹൻലാൽ ആരാണ്, മമ്മൂക്ക ആരാണെന്നൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അവർക്ക് മറ്റുള്ളവർ കൊടുക്കുന്ന ബഹുമാനം അവർ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് വാങ്ങിയതാണ്. ഇത്രയും നല്ല വലിയൊരു നടൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കണമെങ്കിൽ അയാളുടെ മനസ്സിനെയല്ലേ ആദ്യം സമ്മതിക്കേണ്ടത്. അയാളുടെ ആ മനസ്സിനെക്കാട്ടി, അല്ല ഞാൻ ഈ സിനിമയിൽ ഇത്രയും വർഷമായി സിനിമ ചെയ്യുന്ന ഒരു നടൻ എനിക്കാന്ന് വന്ന പ്രൊഡ്യൂസറിനെ വിളിച്ച് പ്രശ്നപരിഹാരത്തിനൊന്നും വിളിക്കില്ല എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്ത് പറഞ്ഞു? വിളിച്ചു, സംസാരിച്ചു, നിങ്ങൾക്ക് ഓക്കെ ആയില്ല, നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളും കാണിച്ചു, അയാളുടെ പ്രതിഷേധം അയാളും കാണിച്ചു.
എന്നിട്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ് അയാളെ എന്താണ് പറഞ്ഞ അയാൾക്ക് ഒരു വിടുപണി ചെയ്യുന്നവനാണ് ഇതൊക്കെ പറഞ്ഞ് സംസ്കാരമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ സാന്ദ്ര തോമസിന് ഇവിടെ എത്ര കാലത്തേക്ക് ഈ അസോസിയേഷനിൽ എത്ര കാലത്ത് പിണങ്ങി നിൽക്കും, എത്ര സിനിമ ചെയ്യാൻ പറ്റും, എങ്ങനെ നിൽക്കാൻ പറ്റും? ഇത് ചിന്തിക്കണ്ടേ? എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് വിപരീതമായ നിശയിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ വാല്യൂ എന്താണ്, മറ്റുള്ളവർക്കിടയിൽ അയാളുടെ വാല്യൂ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിലപാടിൽ ഉറച്ചതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ നിങ്ങൾ പർദ്ദ ഊരാൻ പാടില്ലായിരുന്നു.